ഇന്ത്യയുടെ 80-ാം സ്വാതന്ത്ര്യ ദിനത്തിൽ റഷ്യ ഇന്ത്യക്ക് നൽകുന്ന സന്ദേശം ശരിക്കും എന്താണ്? ഇങ്ങനെ ചോദിക്കാനുള്ള കാരണം ഇന്ന് കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ചിത്രം ബഹിരാകാശത്ത് നിന്നുള്ളതായിരുന്നു. ബഹിരാകാശത്ത് ഈ റഷ്യൻ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ അവരുടെ ബഹിരാകാശ യാത്രികർ ത്രിവർണ്ണ പതാക ഉയർത്തിക്കൊണ്ട് ഇന്ത്യക്ക് ഗ്രീറ്റിംഗ്സ് നേരുകയാണ്. നമ്മുടെ ഈ നാട്ടിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഭാരത് മാതാ കി ജയും വന്ദേ മാതരം വിളിക്കാൻ പോലും പലർക്കും വിമുഖത. അത് മതേതരത്വത്തെ തകർക്കും എന്നൊക്കെയാണ് പലരും പറയുന്നത്. പക്ഷേ ഇന്ത്യയുടെ നേട്ടത്തെ പറ്റിയിട്ട് ഇന്ത്യ കുതിക്കുകയാണെന്നൊക്കെയാണ് വ്ളാഡിമിർ പുതിൻ പോലും ഇപ്പം പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ഇതൊന്നും പറയാൻ മടിയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ റഷ്യ നൽകുന്ന സന്ദേശം എന്താണ്? പക്ഷേ റഷ്യ നൽകുന്ന സന്ദേശത്തിന് പല മാനങ്ങളുണ്ട്. ഇതിലൊന്ന്, റഷ്യയും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വളരെ ദൃഢമായിരുന്നു. ഇന്ന് നമുക്കതിനെക്കുറിച്ച് അത്ര കാര്യമായ അറിവില്ല എന്നുള്ളത് ശരിയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഒരു റഷ്യൻ ആരാധകനായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സോഷ്യലിസ്റ്റ് കൺസെപ്റ്റ് പിന്നീട് നെഹ്റുവിൻ സോഷ്യലിസം എന്ന നിലക്ക് ഇന്ത്യയിൽ വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്തു. ഇപ്പോൾ സോവിയറ്റ് റഷ്യയുടെ വളർച്ചയും വികാസവും നെഹ്റുവിനെ വല്ലാതെ ആവേശം കൊള്ളിച്ചിരുന്നു. നെഹ്റു സോവിയറ്റ് റഷ്യയുടെ പഞ്ചവത്സര പദ്ധതിയിൽ കടമെടുത്തിട്ടാണ് നമ്മളുടെ ആസൂത്രണ സംവിധാനങ്ങളെ വികസിപ്പിക്കുന്നത്. നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് നമുക്ക് ഘനവ്യവസായങ്ങൾ അല്ലെങ്കിൽ ഹെവി ഇൻഡസ്ട്രി എന്ന് പറയുന്നത് സീറോ ആയി. അവിടെ നിന്ന് നമ്മളെ കൈപിടിച്ചുയർത്തുന്നതിന് നമ്മളെ സഹായിച്ച ഒരു രാഷ്ട്രമാണ് റഷ്യ എന്ന് പറയുന്നത്. സോവിയറ്റ് റഷ്യയും അതേപോലെ ഇന്ത്യയും തമ്മിലുള്ള സൗഹൃദം ദീർഘകാലം നിലനിന്ന ഒന്നാണ്, ഇപ്പോഴും തുടരുന്നത്. ഇപ്പോൾ വ്ളാദിമിർ പുടിനിലൂടെ അത് തുടരുന്നുണ്ട്. നമുക്ക് പല സഹായങ്ങളും ഇപ്പോഴും റഷ്യയിൽ നിന്നാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. അതോടൊപ്പം റഷ്യ ഇന്ത്യയെ കാണുന്നത് എങ്ങനെയാണ്? റഷ്യ വളർന്ന് വികസിച്ച് കൂടുതൽ സാമ്പത്തികമായി കുതിച്ചു വരുന്ന ഒരു രാഷ്ട്രം എന്ന നിലക്കാണ് ഇന്ത്യയെ ഇപ്പോൾ റഷ്യ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനമാണ് അവരുടെ ബഹിരാകാശ പേടകത്തിൽ നിന്ന് ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഉയർത്തുന്നത്. ഇന്നാണ് സ്വാതന്ത്ര്യദിനം എന്നറിഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നു 2-3 ദിവസം മുമ്പാണ് അതവർ അവിടെ നിന്ന് അയച്ച് ഇപ്പോഴാണ് ഇവിടെ എത്തുന്നത്. അപ്പോൾ അത്രമാത്രം സുദൃഢമായിട്ട് ഒരു സൗഹൃദത്തിൻ്റെ പ്രതീകമായിട്ട് നമ്മളതിനെ കണക്കാക്കുകയും ഇന്ത്യയുടെ വലിയ ഒരു അംഗീകാരമായി അത് വിലയിരുത്തപ്പെടുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അല്ല, പക്ഷേ അന്യരാജ്യങ്ങൾ നമ്മളെ അഭിമാനിക്കുന്നു, നമ്മളുടെ നേട്ടത്തിൽ നമുക്ക് അഭിനന്ദനങ്ങൾ തരുന്നു. പക്ഷേ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് പലരും ഇപ്പോഴും ഇന്ത്യയെ എതിർത്തുകൊണ്ടിരിക്കുക. അതായത് ഇന്ത്യ വിരുദ്ധ ശക്തികളായിട്ട് പലരും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ഒരു US ഓതർ, ഞാൻ ഇവരുടെ പേര് വിട്ടുപോയി, പെട്ടെന്ന് സാന്ദർഭികവശാൽ പെട്ടെന്ന് ഓർമ്മ വരുന്നതാണ്. അവർ പറഞ്ഞത് ഇസ്രായേലിന് ചുറ്റും ഒരുപാട് ശത്രുക്കളുണ്ട്, പക്ഷേ ഇന്ത്യയുടെ യഥാർത്ഥ ശത്രുക്കൾ ഉള്ളിൽ തന്നെയാണെന്നാണ്. അപ്പോൾ ഈ ഉള്ളിൽ തന്നെയുള്ള ശത്രുക്കൾക്ക് ആണോ മുഴുവനായിട്ട് വന്ദേമാതരം പാടുന്നത് കുഴപ്പമാകുന്നത്? അവരൊരു പക്ഷേ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം എന്താണെന്ന്, പക്ഷേ ഭാരത് മാതാ കി ജയ് വിളിക്കാൻ പോലും ഇപ്പം പലർക്കും മടിയാണ്. നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു മുഖമുദ്രയായിരുന്നു ഭാരത് മാതാ കി ജയ് എന്ന് പറയുന്നത്. അതിലാരും മതം കണ്ടിട്ടില്ല, ഒരാളും മതം കണ്ടിട്ടില്ല. പക്ഷെ ഇതിലെല്ലാം ഇപ്പം മതം തിരയുകയാണ്. മതമില്ലാത്ത സ്ഥലത്തെല്ലാം പോയി മതം തികഞ്ഞ് അവിടെ പുണ്ണാക്കി പ്രശ്നമാക്കുകയല്ലേ യഥാർത്ഥത്തിൽ മാഷെ. ഭാരത് മാതാ കി ജയ് വിളിക്കുന്നത് എങ്ങനെയാണ് മതേതരത്വത്തെ തകർക്കുന്നത്? അല്ലെങ്കിൽ വന്ദേ മാതരം മുഴുവൻ പാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് മതേതരത്വം തകരുക മാഷെ? അത് ഗൗരവമുള്ളൊരു ചോദ്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഭാരത് മാതാ കി ജയ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ മനുഷ്യരും വിളിച്ചിരുന്നതായിട്ടുള്ളൊരു മുദ്രാവാക്യം. പക്ഷേ കാലം ഇങ്ങനെ കടന്ന് അത് ഏറ്റവും കൂടുതൽ വിളിച്ചിരുന്ന കോൺഗ്രസ്സുകാരായിരുന്നു. കാരണം കോൺഗ്രസ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണല്ലോ BJP വരുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഘട്ടത്തിലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ നടന്ന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉള്ളൂ, BJP ഇല്ല. അപ്പോൾ ആ വിളിച്ചിരുന്ന മുഴുവൻ കോൺഗ്രസ്സുകാരും പിന്നീട് ഇപ്പോൾ വിളിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ കോൺഗ്രസ്സുകാരല്ല വിളിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ BJPക്കാർ ആ മുദ്രാവാക്യം ഹൈജാക്ക് ചെയ്തു.
ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചാൽ അത് കോൺഗ്രസ്, അത് BJP ആണ് എന്ന് BJP അങ്ങ് സ്ഥാപിച്ചെടുത്തു. മതം അതിൻ്റെ അകത്ത് ഇമ്പോസ് ചെയ്യുന്ന ഒരു പ്രക്രിയയായിട്ട് അത് മാറിത്തീരുകയാണ്. നിറം എന്ന് പറയുന്നത് ഇങ്ങനെ ഓരോരുത്തർ ഹൈജാക്കിയാണ്. കാവ്യ നിറം എന്ന് പറയുന്നത് BJPയുടെ ആണെന്ന് BJP സ്ഥാപിക്കുന്നു. അങ്ങനെ ഓരോ ഇടത്തും അവരുടെ മുദ്ര സ്ഥാപിച്ചവർ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഈ ഡിവിഷൻ, വിഭജനം എന്ന് പറയുന്നത് ശക്തവും തീവ്രവുമായി മാറത്തില്ല. അല്ല, കോൺഗ്രസ് അപ്പൊ ചോദിക്കേണ്ടത് കോൺഗ്രസ് ആരെയാണ് ഭയക്കുന്നത് എന്നുള്ളതാണ്. കോൺഗ്രസ് ഇതൊക്കെ ചെയ്യാലോ, എന്തിനാ പേടിക്കുന്നത്? അതെ, കോൺഗ്രസ് അതൊക്കെ മുഴുവൻ അവർക്ക് കൊടുത്തിട്ട് മാറി നിൽക്കുന്നു. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അല്ല, എന്തിനാ അങ്ങനെ മാറി നിൽക്കുന്നത്? മാറി നിൽക്കുക അവർക്ക് നോക്കൂ, നമ്മളുടെ കോൺഗ്രസിന്റെ ഏറ്റവും ശക്തനായിട്ടുള്ള നേതാവായിരുന്നല്ലേ സർദാർ പട്ടേൽ അല്ലേ? അതെ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കോൺഗ്രസിന്റെ ആഭ്യന്തരമന്ത്രിയായിരുന്നു അദ്ദേഹം. എന്നിട്ട് എന്താ സംഭവിച്ചു? ഇപ്പോൾ BJPക്കാരാണ് അദ്ദേഹം എന്നാണ് BJP അദ്ദേഹത്തിൻ്റെ വലിയ പ്രതിമ, പട്ടേൽ പ്രതിമ എന്ന് പറയുന്നത് ഏറ്റവും വലിയ സംഭവം മാറിയില്ലേ? കോൺഗ്രസിൽ നിന്ന് അവർ ഹൈജാക്ക് ചെയ്തുകൊണ്ട് BJP അടിച്ചിട്ടുണ്ട്. BJP ഇതൊക്കെ കൊണ്ടുപോകുമ്പോൾ അല്ലെ അടിച്ചിട്ട് പോകുമ്പോൾ ഇവർ വെറുതെ നോക്കിയിരിക്കുകയാണ്. ശരിക്കും മുസ്ലിം ലീഗിനെ അല്ലേ കോൺഗ്രസ് ഭയക്കുന്നത്? അത് പച്ചയായുള്ള ഒരു ചോദ്യമാണ് അത്. മുസ്ലിം ലീഗിനെ ഭയന്നുകൊണ്ട് പലതും കോൺഗ്രസിന് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ഒരു വാസ്തവമല്ലേ? അത് യഥാർത്ഥത്തിൽ BJPക്ക് ഗുണകരമായി മാറുകയല്ലേ? ഇപ്പം BRM ഷഫീറിനെ പോലുള്ള കോൺഗ്രസ് നേതാവ് കേരളത്തിലുള്ള വന്ദേ മാതരം മുഴുവൻ പാടുന്നതിൽ ഒരു കുഴപ്പമില്ല, അനാവശ്യ വിവാദമാണെന്ന് പറഞ്ഞിട്ട് പ്രതികരിച്ച ഒരാളാണത്. ഇതെല്ലാം BJPക്ക് എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് സൗകര്യമില്ല. രവീന്ദ്രനാഥ് ടാഗോർ കോൺഗ്രസിന്റെ സമ്മേളനങ്ങളിൽ പാടിയതായത് ഇത് പാടുന്നത് മുഴുവനായി പാടുന്നത് ഒരു കുഴപ്പമില്ല എന്നാണ് BRM ഷഫീറിനെ പോലുള്ള ആളുകൾ പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള കോൺഗ്രസ് നേതാക്കൾ ഉണ്ടായിരുന്നു. ആരെ പേടിച്ചിട്ടാണ് കോൺഗ്രസ് മനസ്സിലാക്കുന്നത്? വന്ദേ മാതരം എന്തുകൊണ്ട് അത് മുഴുവനായിട്ട് പാടുന്നില്ല എന്ന് പറയുന്ന ചോദ്യം വരുമ്പോൾ വന്ദേ മാതരം എങ്ങനെയാണ് നമ്മളീ പറയുന്ന രാഷ്ട്രീയ ഭൂമിയിലേക്ക് വരുന്നത്? 1882 ബങ്കിം ചന്ദ്ര ചതോപാധ്യായയുടെ നോവൽ ആനന്ദമഠം എന്ന് പറയുന്നത് ഉണ്ടാകുന്നത്. അത് സ്വാതന്ത്ര്യ സമരത്തെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു നോവലാണ്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പോരാളികൾ അതിൽ പാടുന്ന ഒരു കവിത എന്ന നിലക്കാണ് വന്ദേ മാതരം മറ്റുള്ളവരുടെ ശ്രദ്ധയിലേക്ക് പിന്നെ വരുന്നത്. 1882 കാര്യം മനസ്സിലാക്കണം. സ്വാതന്ത്ര്യത്തിന് വേണ്ടി അത്യുജ്വലമായിട്ട് പോരാടാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടുള്ള സ്വാതന്ത്ര്യ പോരാളികൾ പാടുന്ന സമരോജ്വലമായ ഒരു ഗാനമായിട്ടാണ് നിൽക്കുന്നത്. അതിലെ ആദ്യത്തെ 2 സ്റ്റാൻസയാണ് വന്ദേ മാതരം എന്ന നിലക്ക് ഇന്ത്യയിൽ സ്വീകരിക്കപ്പെട്ടത്. എന്താ കാരണം? അതിൻ്റെ 1937 ഇത് സ്വീകരിക്കാനായിട്ട് കോൺഗ്രസ് തീരുമാനിക്കുന്നതിനെ വിശേഷിപ്പിക്കുന്ന ഹിസ്റ്റോറിക്കൽ കോംപ്രമൈസ് എന്നാണ് ഇതിന് പറയുന്നത്. ഹിസ്റ്റോറിക്കൽ കോംപ്രമൈസ്, ചരിത്രപരമായിട്ടുള്ള തീർപ്പ്. അത് ജിന്നെ പേടിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. അതിനൊരു ബേസിക് ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ അത്യുജ്വലമായിട്ടുള്ള പോരാട്ടം നടത്തി കോൺഗ്രസ് നിൽക്കുന്ന സമയമാണ്. ഒറ്റക്കെട്ടായിട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരടിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുള്ളൂ എന്ന് കരുതപ്പെടുന്നു. 1937 മനസ്സിലായേ? അപ്പോൾ അന്ന് ഈ വിഷയം വരുമ്പോൾ ഇത് നമ്മൾ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ സന്ദേശമായിട്ട് ഈ പദ്യം എടുത്താൽ ഉള്ള പ്രശ്നം എന്താണ് എന്നുള്ളതാണ് അവിടെ ഗൗരവമായിട്ട് ചർച്ച ചെയ്തത്. പ്രശ്നം ഇതാണ്. ആദ്യത്തെ 2 സ്റ്റാൻസ് കുഴപ്പമില്ല, കാരണം ചില പ്രത്യേക ഡെസ്റ്റിനേഷൻസ് ഒന്നും ഇല്ലാത്തതാണ്. 3ാമത്തെ സ്റ്റാൻസിലേക്ക് വരുന്ന സമയത്തുള്ള പ്രശ്നം എന്താണ്? മാതൃഭൂമി ഭാരതം എന്ന് പറയുന്നത് 3 ഹിന്ദു ദേവതകളുമായിട്ട് എന്ത് ചെയ്യുന്നു? പേഴ്സോണിഫൈ ചെയ്യുക എന്ന് പറഞ്ഞതിനിടയിൽ അതിനെ വ്യക്തിവൽക്കരിക്കുക, മനുഷ്യരൂപം നൽകുക. അങ്ങനെ മനുഷ്യരൂപം നൽകുന്ന സമയത്ത് അതിനകത്ത് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചതിനിടയിൽ ഇന്ത്യ ദുർഗയാണ്, ഇന്ത്യ സരസ്വതിയാണ്, ഇന്ത്യ ലക്ഷ്മിയാണ്. ഇത് അംഗീകരിക്കാൻ മുസ്ലിം സമുദായ അംഗങ്ങൾ തയ്യാറാവില്ല. കാരണം അവർ മോണോതിയിസ്റ്റുകളാണ്. മോണോതിയിസ്റ്റുകൾ എന്ന് പറഞ്ഞതിൻ്റെ ഇടയിൽ ഏക ദൈവവിശ്വാസികൾ. അവർക്കൊരു ദൈവമേ ഉള്ളൂ, അത് അള്ളാഹുവാണ്. അല്ലാത്ത ഒന്നിനെയും അംഗീകരിക്കാൻ അവർ തയ്യാറാവില്ല. അപ്പം നമ്മളിത് കൊണ്ടുവരുന്ന സമയത്ത് ഈ മുസ്ലിങ്ങൾ മുഴുവൻ എന്ത് ചെയ്യും? മാറി നിൽക്കും. സ്വാതന്ത്ര്യ സമരം വിഭജിക്കപ്പെടും, സ്വാതന്ത്ര്യ സമരത്തിൽ വിഭജനം വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് 1937
രവീന്ദ്രനാഥ് ടാഗോറും ജവഹർലാൽ നെഹ്റുവും അടങ്ങുന്ന കോംപ്രമൈസ്, കോൺഗ്രസിൻ്റെ നേതൃത്വം ഇത് കോംപ്രമൈസ് ചെയ്യുന്നു. ഹിസ്റ്റോറിക്കൽ കോംപ്രമൈസ്. അതുകൊണ്ട് ഈ 2 സ്റ്റാൻസ് മതി എന്ന് തീരുമാനിക്കപ്പെടുകയാണ്. അത് രവീന്ദ്രനാഥ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതിൽ മൊത്തത്തിൽ പേഴ്സോണിഫൈ ചെയ്യുന്നത് സ്ത്രീയാണ്, ദുർഗയാണ്. അത് മുസൽമാന്മാർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അതാണ് അതങ്ങനെ വ്യക്തമായി കിടക്കുന്ന ഒരു വിഷയമാണ്. മനസ്സിലായി. അത് BJPയെ സംബന്ധിച്ചിടത്തോളം അതൊരു പൊളിറ്റിക്കൽ വെപ്പണാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവർ അത് തിരിച്ചുകൊണ്ടുവരികയാണ് ചെയ്തത്. ഈ അടുത്ത കാലത്ത് സംഭവിച്ച മാറ്റം അതാണ്. വന്ദേ മാതരം അത് ഒരു രാഷ്ട്രീയ ഉപകരണമാണെന്ന് അവർക്ക് മനസ്സിലാകുകയും ആ രാഷ്ട്രീയ ഉപകരണത്തെ അവർ ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ്. പക്ഷേ നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് ബ്രിട്ടീഷുകാർക്കും ഓക്കെ ആയിരുന്നില്ല വന്ദേ മാതരം മുഴുവനായിട്ട് പാടുന്നത്. കാരണം ഈ ആദ്യത്തെ 2 സ്റ്റാൻസ പ്രകൃതി വർണ്ണനയൊക്കെ ആണെങ്കിലും പിന്നീടുള്ള സ്റ്റാൻസയിൽ ഉഗ്രരൂപിയായിട്ടുള്ള തിരിച്ചടിക്കുമെന്ന് പറയുന്ന ഒരു ആഹ്വാനം കൂടി അതിലുണ്ട്. ഞങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ ദുർഗ എന്ന് പറയുന്നുണ്ടെങ്കിൽ 10 കൈകളുമായിട്ട് ആയുധങ്ങൾ ഏന്തി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇവന്റെ തലയെ കറുത്ത് കളയാൻ പറ്റുന്ന രീതി അല്ല. പക്ഷെ അത് അതായത് അതിനൊരു അഗ്രസീവ് നേച്ചർ ഉണ്ട്. അപ്പൊ അത് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് മറ്റു വരികൾ വേണ്ട. കാരണം അവരെ അടിക്കുന്ന ഒരു സംഗതിയാണല്ലോ. അതുകൊണ്ട് അവരത് വേണ്ടെന്ന് അവർക്ക് ഒരു ഇതുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്രമൈസ്, ഇത്തരത്തിലുള്ള കോംപ്രമൈസുകൾ ശരിയാണോ? അല്ല, അന്ന് ആ കോംപ്രമൈസിന് പ്രസക്തിയുണ്ട്. രാഷ്ട്രീയമായിട്ട് ശരിയാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. കാരണം നമ്മളൊരു വിദേശ ശക്തിക്കെതിരെ പോരടിക്കുമ്പോൾ നമ്മുടെ ഒപ്പം നിൽക്കുന്ന മുഴുവൻ ആളുകളും നിർത്താൻ പറ്റുന്ന തരത്തിലുള്ള സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതൊന്ന് ഉപയോഗിച്ചു. അത് കഴിഞ്ഞ് ഈ RSSും BJPയും ഒക്കെ വളരെ സൂക്ഷ്മമായിട്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ കയറി ഇടപെട്ട് അതെങ്ങനെ അവർക്ക് ഗുണകരമായി മാറ്റിയെടുക്കാം എന്നതിനെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ആളുകളാണ്. അങ്ങനെയാണ് അവരിത് കൃത്യമായിട്ട് കണ്ടെത്തി അത് കൊണ്ടുവരികയും അത് മുഴുവൻ പാടിപ്പിക്കുകയും ചെയ്യണം എന്ന് വാശി പിടിക്കുകയും അങ്ങനെ പാർലമെൻറ്റിൽ ഇപ്പോൾ നിയമമാക്കുകയും ചെയ്യും. അതിന് മുഴുവൻ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും തടസ്സപ്പെടുത്തിയാൽ അവർ ജയിലിലേക്ക് അയറ്റാവുന്നതാണ്. എനിക്ക് തോന്നുന്നൊരു 3 വർഷം കൊണ്ട് തടവ് കിട്ടുന്നതാണ്. അതിനെ അപമാനിക്കുക അല്ലെങ്കിൽ അതിനെ അപകീർത്തിപ്പെടുത്തുക ചെയ്യാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഇന്ന് AICC ആസ്ഥാനത്ത് നടന്ന ഈ വന്ദേ മാതരം സമ്പൂർണ്ണ ടെക്സ്റ്റ് പാടിയത് യഥാർത്ഥത്തിൽ 1937 ഹിസ്റ്റോറിക്കൽ കോംപ്രമൈസ് എന്ന് പറയുന്നതിനെ പൊളിച്ചെഴുത്താണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പറയും പൊളിച്ചെഴുത്ത. ഇപ്പൊ കൊൽക്കത്ത ഹൈക്കോടതി ചോദിച്ചത് ഇതിനിടയിൽ മാഷിന് അറിയാവുന്ന കാര്യമാണ്. ആകാശം ഇടിഞ്ഞു വീഴുമോ ഇത് പാടിയാൽ? ആകാശം ഇടിഞ്ഞു വീഴുമോ? ഇപ്പം ക്രിസ്ത്യൻ പല സംഘടനകളുടെ സ്കൂളുകളുണ്ട്. അവിടെ മറ്റ് റിലീജിയനിലുള്ള ആളുകളും കുട്ടികളും പഠിക്കുന്നുണ്ട്. അവര് ലോർഡിനെ സ്തുതിക്കുന്ന അല്ലെങ്കിൽ ക്രിസ്തീയമായിട്ടുള്ള സംഗതികളെ സ്തുതിക്കുന്ന പാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഹിന്ദു അല്ലാതായി മാറും, അല്ലെങ്കിൽ മുസൽമാൻ അല്ലാതായി മാറും. ഈ ഒരു വിശാല ഫ്രെയിമിൽ യഥാർത്ഥത്തിൽ നമുക്കിതിനെ കാണാമല്ലോ. പക്ഷേ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെയൊക്കെ കുറച്ചും കൂടി ഡയമെൻഷണൽ കൺസെപ്റ്റുകളോട് സ്വീകരിക്കണം എന്നതാണ്. ഇതിനെയൊക്കെ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഇൻക്ലൂസീവായിട്ടുള്ള മൈൻഡിനെ വികസിപ്പിച്ചെടുക്കുക എന്നതാണ്. രാഷ്ട്രീയത്തിൻ്റെ ഇത്തരമുള്ള വശങ്ങൾ ഒഴിവാക്കിയാൽ മാത്രമാണ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇതൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ഈ സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് എന്ത് ചെയ്യും? മുസ്ലിം ലീഗ് ഇവിടെ നിലവിളക്ക് കൊളുത്താൻ തയ്യാറില്ലാത്ത മുസ്ലിം മന്ത്രിമാരുള്ള സംസ്ഥാനമാണ് കേരളം. എന്തൊരു അന്യായമാണ് അവർ കാണിക്കുന്നത്. അവർ കേരളത്തിൽ ഒരു നിയമസഭാ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ മുസ്ലിമിൻ്റെ മാത്രം വോട്ട് നേടി ജയിക്കുന്ന ഒരാളല്ല അയാൾ. ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വരുന്ന എല്ലാ മതത്തിൽപ്പെട്ട ആളുകളുടെയും വോട്ട് നേടിയാണ് അയാൾ എന്ത് ചെയ്യുന്നത്? MLA ആകുന്നത്. ഈ MLA ആയിക്കഴിഞ്ഞാൽ നിലവിളക്ക് കൊളുത്താൻ പാടില്ല എന്നാണ് മുസ്ലിം സമുദായ സംഘടനകൾ ആവശ്യപ്പെടുന്നത്. അത് അനിസ്ലാമികമാണ് എന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നത് കണ്ടവൻ്റെ വോട്ട് വാങ്ങിച്ച് ജയിക്കുന്നതിൽ അനിസ്ലാമികത്വമൊന്നുമില്ലേ? എന്താ അവരതൊക്കെ പരിശോധിക്കാത്ത? അപ്പോൾ വളരെ ശക്തവും രൂക്ഷവുമായിട്ടുള്ള രീതിയിൽ ഇത്തരം കാര്യങ്ങളിലേക്ക് ഇടപെട്ട് ഇതിനെയൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിൽ ആളുകളെ വികസിപ്പിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നുവെച്ചാൽ യു ഷുഡ് പ്രൊഡ്യൂസ് ആൻ ഇൻക്ലൂസീവ് നേച്ചർ. എല്ലാത്തിനും ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടാവണം. എങ്കിലേ നിങ്ങൾക്ക് ഈ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ഭാരതത്തിൻ്റെ, ഇന്ത്യയുടെ കൺസെപ്റ്റിനെ ഉൾക്കൊണ്ട് ജീവിക്കാൻ പറ്റുള്ളൂ. നാനാത്വത്തിലെ ഏകത്വം എന്ന് പറയുന്ന സമയത്ത് എല്ലാത്തിനും ഉൾക്കൊള്ളുന്നതാണ് അതിലെ ഏകത്വം എന്ന് പറയുന്നത്.
അതല്ലാണ്ട് ഇന്നത് വേണ്ട മറ്റേ വേണ്ട എന്ന് പറയുന്ന അവസ്ഥയല്ല. പക്ഷേ ഇന്നത്തെ നമ്മളൊരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള വിശാലമായിട്ടുള്ള പ്രത്യേകിച്ചും സ്ത്രീകൾക്കൊക്കെ പരിഗണന കൊടുക്കുന്ന ഒരു കാലഘട്ടമാണിത്. സ്ത്രീ എംപവർമെന്റിനൊക്കെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുന്ന ഒരു ഘട്ടം. ആ ഒരു കോണിൽ നിന്ന് നമ്മൾ ഈ വന്ദേമാതരത്തെ നിരീക്ഷിക്കുമ്പോൾ ഇത് അടിമുടി മാഷ് പറഞ്ഞ പോലെ സ്ത്രീകളെ പേഴ്സോണിഫൈ ചെയ്യുന്ന ഫെമിനിനാണ് ഇതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഒരു പുരുഷൻ ഇതിൽ പറയുന്നില്ല. ദുർഗയും ലക്ഷ്മിയും സരസ്വതി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ കൊടുത്ത് ആരെങ്കിലും ഒക്കെ സ്വന്തമാക്കുന്ന പരിപാടിയൊക്കെ നിർത്തണം. ഇതെന്തിനാ ബി ജെ പിക്കാർക്ക് എല്ലാവരും കൂടി തീർ എഴുതി കൊടുക്കും? ഇതിന്റെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ, വിശദാംശങ്ങൾ ഇങ്ങനെയൊക്കെ വന്നാണ്, അങ്ങനെയാണ് അത് ചെയ്തത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞാൽ എന്താ കുഴപ്പം? ഇതെന്തുകൊണ്ട് 1937 ഹിസ്റ്റോറിക്കൽ കോംപ്രമൈസ് ആയിട്ട് വന്നു അത് പറയണമല്ല. അത് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമ്മളുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പോരാട്ടത്തിൽ നമുക്ക് ഒപ്പം നിൽക്കേണ്ടതായിട്ടുള്ള മുഴുവൻ ആളുകളെയും ഒരുമിച്ച് നിർത്തുക എന്നുള്ള ഒരു പ്രശ്നം. രണ്ടാമത് ഈ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ഉയർന്നു വന്നല്ലോ. നമ്മളിപ്പോഴും പൂർണ്ണമായി സ്വതന്ത്രരാണ്. എന്തിൽ നിന്നാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്? അതെ, അതൊരു പ്രധാനപ്പെട്ട ചോദ്യം. നമ്മൾ സ്വതന്ത്രമായി, ബ്രിട്ടീഷുകാരുടെ രാഷ്ട്രീയ ഭരണത്തിൽ നിന്ന് ഇന്ത്യ, അടിമത്തത്തിൽ നിന്ന് ഇന്ത്യ വിമോചിതയായി. പക്ഷേ ഇപ്പോഴും നമ്മൾ സ്വതന്ത്രയായിട്ടില്ല എന്നതിൻ്റെ അർത്ഥമാണല്ലോ ഭാരത് മാതാ കി ജയ് വിളിക്കാൻ പലർക്കും മടി, വന്ദേമാതരം മുഴുവനായിട്ട് പാടാൻ പലർക്കും മടി. ഈ കൊളോണിയൽ മൈൻഡ് സെറ്റ്, ചിന്താസരണി ഇപ്പോഴും നമ്മളുടെ ഇന്ത്യക്കാരുടെ ഉള്ളിൽ കുടികൊള്ളുന്നില്ലേ? അല്ല, കൊളോണിയൽ സ്വാധീനമാണ് ഈ ടു നേഷൻ കൺസെപ്റ്റിനെ പോലും ശക്തിപ്പെടുത്തിയത്. ബ്രിട്ടീഷുകാർ ചെയ്ത ഏറ്റവും വലിയ ചതി എന്ന് പറയുന്നത് അതായിരുന്നു. ശരി, അപ്പോൾ ടു നേഷൻ സ്റ്റേറ്റിനെ ശക്തിപ്പെടുത്തിയ ആ കൊളോണിയൽ കൺസെപ്റ്റിൻ്റെ തുടർച്ച തന്നെയാണ് ഇപ്പോഴും നമ്മൾ പല കാര്യങ്ങളിലും എടുക്കും. ഇപ്പം നമുക്ക് ബ്രിട്ടീഷുകാർ വരുന്നവർ നമ്മുടെ ആളുകൾ സിഗരറ്റൊന്നും വലിച്ചിരുന്നില്ല. പകരം ബീഡി, ഹുക്ക അങ്ങനെയൊക്കെയുള്ള ചില സാധനങ്ങളൊക്കെ ബ്രിട്ടീഷുകാരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സിഗരറ്റ് വലിക്കാനൊക്കെ പഠിക്കും. പിന്നെ നമ്മൾ സിഗരറ്റ് ഉപയോഗിക്കുന്ന ആളുകളായി. പിന്നീട് സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് സിഗരറ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതൊരു ഇന്ത്യൻ സിഗരറ്റ് ആവണം എന്ന് ഒരു ധാരണ നമുക്കുണ്ടായിട്ടാണ് അന്ന് പനാമ എന്ന് പറയുന്ന സിഗരറ്റ് വളരെ പ്രചാരം നേടുന്നത്. അതിൻ്റെ പരസ്യമാണ് ഇറ്റ് ഈസ് ആൻ ഇന്ത്യൻ മെയ്ഡ് സിഗരറ്റ് എന്ന്. അത്രമാത്രം ഇന്ത്യൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് വിറ്റഴിക്കപ്പെടുന്ന സമയമായിരുന്നു. തനത് സാധനം ഇന്ത്യയുടെ പ്രോഡക്റ്റിന് അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു ഘട്ടമായിരുന്നു. കാരണം അത് നമ്മുടെ ക്വിറ്റ് ഇന്ത്യ സമരവും അതേപോലെ തന്നെ ഈ വിദേശ വസ്തുക്കളൊക്കെ ബഹിഷ്കരിക്കുന്ന സമരമൊക്കെ നടക്കുന്ന കാലത്തിൻ്റെ ഫലമായിട്ട് രൂപപ്പെട്ട ഒരു മാനസികാവസ്ഥയാണ്. വിദേശ വസ്തുക്കളൊക്കെ നഗരചതുരങ്ങളിലൊക്കെ കൂട്ടിയിട്ട് കത്തിക്കും, വിദേശ സാധനങ്ങൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല എന്ന തരത്തിൽ ആളുകളുടെ മനസ്സ് മാറണം. പക്ഷേ ഈ കൊളോണിയൽ സങ്കല്പങ്ങളിൽ നിന്ന് നമ്മൾ മാറുന്നില്ല. ബ്രിട്ടീഷുകാർ പോയതിന് ശേഷം എത്ര കാലമായിട്ട് മെക്കാള എന്ന് പറയുന്ന പ്രഭു രൂപപ്പെടുത്തിയ വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഇന്ത്യയിൽ തുടർന്ന് ഇപ്പോഴും അതൊക്കെ തന്നെയല്ലേ അത് അതൊക്കെ മാറ്റി എന്താണ് നമ്മളുടെ BJP ഒക്കെ പറയും ഇതൊക്കെ മാറ്റി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറഞ്ഞ് സാധനം മുന്നോട്ട് വെക്കുന്ന സമയത്ത് അതിനകത്ത് അതിനെതിരെ ഉയരുന്ന പ്രധാനപ്പെട്ട വിമർശനം എന്താണ്? ഒന്നത് കൊമേഴ്ഷ്യലൈസ് ചെയ്തു എന്ന്, രണ്ടത് എന്താണ് കമ്മ്യൂണലൈസ് ചെയ്ത്, മൂന്നാമത് എന്താണ് അത് സെൻട്രലൈസ്ഡാണ് എന്നുള്ളതാണ്. അപ്പോൾ സെൻട്രലൈസ്ഡാണ്, അതുപോലെ കമ്മ്യൂണലൈസ് ചെയ്ത്, അതുപോലെ കൊമേഴ്ഷ്യലൈസ് ചെയ്ത്, വിദ്യാഭ്യാസത്തെ വ്യവസായവൽക്കരിച്ചു, കച്ചവടമാക്കി മാറ്റി. പിന്നെ അതിനെ കമ്മ്യൂണലൈസ് ചെയ്യുന്നതാണ് അത് ഈ കാവ്യ പടർത്തുന്ന പ്രക്രിയയായിട്ട് മാറ്റുക എന്ന് പറയുന്നത്. ജാതിയും മതവും ഒക്കെ അതിനകത്ത് കയറ്റി അതിന് വികൃതമാണ്. അല്ല, പക്ഷെ അവിടെ ഒരു പ്രശ്നമുള്ളത് പക്ഷേ നമ്മൾ തനതിനെ, ഇന്ത്യൻ ചിന്തയ്ക്ക്, ഇന്ത്യൻ ഐഡൻറ്റിറ്റിക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ ഈ ആരോപണം വരാം, കാവ്യവൽക്കരണം എന്ന് പറയുന്ന ആരോപണം. അല്ല, ഇന്ത്യൻ എന്ന് പറയുന്നത് എന്താണ് ഇന്ത്യൻ എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോൾ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള ചരിത്രകാരൻ, ഹിസ്റ്റോറിയനായിട്ടുള്ള അർണാൾഡ് ജെ ടോയിൻബി, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കോട്ട്: ഇറ്റ് ഈസ് ഓൾറെഡി ബിക്കമിങ് ക്ലിയർ ദാറ്റ് എ ചാപ്റ്റർ വിച്ച് ഹാഡ് എ വെസ്റ്റേൺ ബിഗിനിങ് വിൽ ഹാവ് ടു ഹാവ് ആൻ ഇന്ത്യൻ എൻഡിങ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് ടു എൻഡ് ഇൻ ദ സെൽഫ് ഡിസ്ട്രക്ഷൻ ഓഫ് ദ ഹ്യൂമൻ റേസ്. മനുഷ്യനില്ലാതാകണമെങ്കിൽ സ്വയം നശിപ്പിക്കുന്നതായിട്ടുള്ള ഒരു സംഭവമായിട്ട് മാറുന്നില്ല എങ്കിൽ അത് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന സാധനം അത് ഇനി ഒരു ഇന്ത്യൻ അവസാനം എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയായി മാർത്തിരുന്നൊരു പ്രക്രിയ എന്ന് കൂടി നമുക്ക് അതിനെ വ്യാഖ്യാനിക്കേണ്ട യഥാർത്ഥത്തിൽ. അല്ല, അപ്പം അങ്ങനെ അതിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. ഈ അർണോൾഡ് ടോയിൻബി എന്ന് പറയുന്നത് വളരെ രസകരമായിട്ട്
സിവിലൈസേഷൻസിനെ കുറിച്ച് എന്നുവെച്ചാൽ സംസ്കാരങ്ങളെക്കുറിച്ച് പഠിച്ച ഒരു ചരിത്രകാരനാണ്. അദ്ദേഹത്തിന് ഏറ്റവും രസകരമായിട്ട് എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 തരത്തിലുള്ള അറിവുകൾ ആണുള്ളത്. ഒന്ന് പ്രൈമറി നോളജ്, മറ്റൊന്ന് സെക്കൻഡറി നോളജ്. പ്രൈമറി നോളജ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നേരിട്ട് നമ്മുടെ ജീവിതം കൊണ്ട് അനുഭവത്തിലൂടെ നേടിയെടുക്കുന്നതായിട്ടുള്ള വിജ്ഞാനമാണ്. അനുഭവ വിജ്ഞാനത്തിനെയാണ് നമുക്ക് പ്രൈമറി നോളജ്. സെക്കൻഡറി നോളജ് അങ്ങനെയല്ല, നമുക്ക് പുസ്തകങ്ങളിലൂടെ നേടിയെടുക്കാൻ കഴിയുന്ന അറിവാണ്. കൂടുതൽ കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുന്നു, കൂടുതൽ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കും. ഇപ്പോൾ നമുക്ക് ഫ്രാൻസ് കാഫ്ക എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ, അദ്ദേഹത്തിൻ്റെ വളരെ വിഖ്യാതമായിട്ടുള്ള ഒരു പുസ്തകം ആണ് അമേരിക്ക. അമേരിക്ക എന്ന് പറയുന്ന നോവലാണ്. ശരി, ഈ അമേരിക്ക എന്ന് പറയുന്നത് അമേരിക്കയെക്കുറിച്ചുള്ള നോവലാണ്. പക്ഷേ ഇയാൾ ഒരിക്കലും അമേരിക്കയിൽ പോയിട്ടില്ല എന്നുള്ളതാണ്. അമേരിക്കയിൽ പോകാതെ പുസ്തകങ്ങളിലൂടെ അമേരിക്കയെക്കുറിച്ച് പഠിച്ച് അയാൾ എഴുതിയ നോവല് നമുക്ക് തോന്നുക, വായിച്ചു ചെയ്യാൻ തോന്നുക യഥാർത്ഥത്തിൽ അമേരിക്കയിൽ ഇരുന്ന ഒരു മനുഷ്യൻ എഴുതിയതുപോലെയാണ്. അത്രമാത്രം അത് ഈ പുസ്തകങ്ങളിലൂടെ ആ അറിവ് അദ്ദേഹത്തിന് സ്വാംശീകരിക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം ഇങ്ങനെ പ്രൈമറി നോളജും അതുപോലെ ഈ സെക്കൻഡറി നോളജും കൂടി ചേർത്താണ് മനുഷ്യൻ ഇങ്ങനെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നിർമ്മാണ പ്രക്രിയയിൽ നമുക്ക് കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലാണ്, സമഗ്രമായ രീതിയിലാണ് നമ്മുടെ വ്യക്തിത്വത്തെ വളർത്തി വികസിപ്പിക്കുന്നത് എങ്കിൽ നമ്മൾ ഈ കൊളോണിയൽ കൾച്ചർ എന്ന് പറയുന്നത് നമ്മളെ ബാധിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇന്ത്യനായി തനതായി മുന്നോട്ട് പോകാവുന്നതാണ്. ഈ തനത് എന്ന് പറയുന്ന സാധനം അത് ഈ കാവ്യവൽക്കരണം അല്ല. അത് കാവ്യവൽക്കരണമാണെന്ന് പറഞ്ഞാൽ എന്താ കഥയിരിക്കും? തനതായിട്ടുള്ള നമ്മുടെ അറിവുകൾ എന്ന് പറയുന്നത് അത് BJPയുടെ അറിവാണ്, RSSൻ്റെയാണ്. അത് RSSൻ്റെ BJPയുടെ കോൺഗ്രസിൻ്റെ ഒന്നും അല്ല, അത് ഇന്ത്യക്കാരൻ്റെ അറിവുകളുടെ. പക്ഷെ അങ്ങനെ ചിത്രീകരിക്കാൻ ചിലവർ ശ്രമിക്കുന്നുണ്ട്. മാഷ് പറഞ്ഞ കറക്റ്റാണ്. അത് RSSൻ്റെയോ BJPയുടെയോ കാവ്യൊന്നുമല്ല. പക്ഷെ തനതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പം, ഇന്ത്യനെ കുറിച്ച് സംസാരിക്കുമ്പം ചില തൽപര കക്ഷികൾ ഉടനെ അത് RSS ആണ്, BJP ആണ് എന്ന് പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. പക്ഷേ ഇപ്പോൾ ഇവിടെ നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി VD സതീശൻ ശിവഗിരിയിൽ പോയി സന്ദർശിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് UDFൻ്റെ ശ്രീനാരായണ ഗുരു സ്വപ്നം കണ്ട കേരളമാണ് UDFൻ്റെ കേരളം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായി. നിരവധി ആളുകളാണ് അദ്ദേഹത്തെ RSSകാരനാണെന്ന് പറഞ്ഞിട്ട് ചിത്രീകരിച്ചത്. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സംഖ്യയാക്കുന്നത് ആരാണ് യഥാർത്ഥത്തിൽ? അവരുടെ ലക്ഷ്യം യഥാർത്ഥത്തിൽ എന്താണ്? അല്ല, ഇത് എൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, ഇതുമായി ബന്ധപ്പെട്ട ഓരോ വിഷയങ്ങൾ എടുക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ പേര് മാറ്റുന്നത് ഇപ്പം ട്രിവാൻഡ്രം എന്ന് പറയുന്ന പേര് മാറ്റി തിരുവനന്തപുരമാക്കി. അപ്പം അത് കോളനിവൽക്കരണത്തിനെതിരായിട്ടുള്ള നമ്മുടെ ഒരു പ്രവൃത്തിയാണ്. ശരി, അത്തരം പ്രവൃത്തികൾ മുഴുവനും BJPയും RSSും എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് ഞങ്ങളാണെന്ന് പറയുന്നത്, ഞങ്ങളാണ് ചെയ്യുന്നത് എന്ന നിലക്ക് അവരത് വ്യാഖ്യാനിക്കുകയും അവരെന്നിട്ട് ഡൽഹിയിലുള്ള എല്ലാ തെരുവുകളുടെയും പേരും മാറ്റുന്നു. കാരണം അത് മുഴുവനും ഈ മുഗള സാമ്രാജ്യ കാലത്ത് രൂപപ്പെട്ട രാജാക്കന്മാരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ടുള്ള പേരുകൾ അതൊക്കെ മാറ്റി പുതിയ പേരുകളുണ്ട്. ആ പുതിയ പേരുകളൊക്കെ തന്നെ BJPയുടെ നേതാക്കന്മാരായിട്ടുള്ള ആളുകളുടെ പലരുടെയും പേര് ഉണ്ടായതിനൊക്കെ. അപ്പം ഇങ്ങനെ നമ്മൾ പറയുന്ന മാതിരി ശരിക്കും സദുദ്ദേശത്തോടു കൂടിയല്ല ഇതൊക്കെ നിർവഹിക്കപ്പെടുന്നത്. ഒരെണ്ണം മാറ്റിയതിന് പകരം നമുക്ക് താല്പര്യമുള്ള ആളുകളുടെ പേര് കൊണ്ടുവന്നിട്ട് അതങ്ങനെ ആക്കി മാറ്റി തീർക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് ഈ അപകടം മുഴുവൻ കിടക്കുന്നത്. കോളനിവൽക്കരണത്തിൻ്റെ ഫലമായി സംഭവിച്ച മനുഷ്യൻ്റെ മനോനില അത് മാറ്റി ഭാരതീയമായ അല്ലെങ്കിൽ ഇന്ത്യനായ ഒരു മനോനില, ആ ഇന്ത്യൻ എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ കേരളം എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെതായിട്ടുള്ളൊരു മനോനിലയാണ്. തമിഴിൻ്റെ ഒരു മനോനിലയാണ്. അതേപോലെ തന്നെ കർണാടക, കന്നഡക്കാരൻ്റെ, ആന്ധ്രക്കാരൻ്റെയാണ്. പക്ഷേ നമ്മളുടെ വിഷയം എന്താണ്? നമ്മളുടെ അമിത്ഷാ പറയുന്നത് എന്താണ്? 1 നേഷൻ 1 ലാംഗ്വേജ് എന്നാണ് പറയുന്നത്. ഒരു രാഷ്ട്രം ഒരു ഭാഷ എന്ന് വെച്ചാൽ നിങ്ങളൊക്കെ ഹിന്ദി പറഞ്ഞാൽ മതി എന്നാണ് പറയുന്നത്. അതെങ്ങനെ ശരിയാണ്? അല്ല, പക്ഷെ അദ്ദേഹം തന്നെ വേറെ സ്ഥലത്ത് മാറ്റി പറയുകയും ചെയ്യുന്നുണ്ട്. അല്ല, ഞാൻ പറയുന്നത് ഇതാണ് അതിൻ്റെ കുഴപ്പം എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ സംസ്കാരത്തെ നിലനിർത്തൂ എന്ന് പറയുന്നതിന് പകരം നിങ്ങളുടെ സംസ്കാരത്തെ മാറ്റി എൻ്റെ സംസ്കാരം സ്വീകരിക്കൂ എന്ന് പറയുന്ന പണിയാണ് അമിത്ഷായ്ക്കുള്ളത്, അല്ലെങ്കിൽ BJPക്കുള്ളത്, അല്ലെങ്കിൽ RSSനുള്ളത്. അത് ശരിയല്ല എന്നുള്ളതാണ്. അങ്ങനെ ആവാൻ പാടില്ല എന്നുള്ളതാണ്. മലയാളം സംസാരിക്കാനായിട്ട് അനുവദിക്കും, തമിഴ് സംസാരിക്കാനായിട്ട് അനുവദിക്കും. പക്ഷെ അതിനോട് പറയാം ഹിന്ദി നിങ്ങൾ പഠിക്കുന്നത് നല്ലതാണ്. കാരണം അതൊരു ലിങ്ക് ലാംഗ്വേജാണ്. ഞാനതിനെ അങ്ങനെ അംഗീകരിക്കും.
ഒരു ലിങ്ക് ലാംഗ്വേജ്. ഇംഗ്ലീഷ് നിങ്ങൾ എന്താണ് സംസാരിക്കുന്നതും പഠിക്കുന്നതും നല്ലതാണ്. കാരണം അതൊരു യൂണിവേഴ്സൽ ലിങ്ക് ലാംഗ്വേജ്. അങ്ങനെ ഓരോത്തിൻ്റെയും യൂട്ടിലിറ്റി, ഉപയോഗം നോക്കി അതിനനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങളെ ഉൾക്കൊള്ളുകയും സ്വീകരിക്കുകയും അതോടൊപ്പം തന്നെ ഈ മലയാളിത്വം എന്ന് പറയുന്നത് നിലനിർത്തുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം തന്നെ BJP-യുടെ ഒരു നേതാവല്ലേ ലുങ്കിവാല എന്ന് പറഞ്ഞു കേരളത്തിലെ ആളുകളെ ആക്ഷേപിക്കുന്നത്. അതൊക്കെ എന്തെന്നാണ് പിന്നെ ഇവർ ഈ കോളനൈസേഷനെതിരെ അല്ലെങ്കിൽ കോളനിവൽക്കരണത്തിനെതിരെയാണ് ഞങ്ങൾ സംസാരിക്കണം എന്ന് പറഞ്ഞത്. ഒരു കഥയുമില്ലാത്ത ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ നമുക്ക് മഹാത്മാഗാന്ധി ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യയിലെ ജനങ്ങളുടെ പൊതുസ്ഥിതി മനസ്സിലാക്കിയിട്ട് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു സൈക്കില്ലാത്ത, ഒരു മനസ്സില്ലാത്ത ജനതയാണ് ഇന്ത്യൻ ജനത എന്ന്. കാരണം അവർക്ക് സ്വത്വമില്ല, ഐഡൻറ്റിറ്റി ഇല്ല. പോലീസിൻ്റെ, പട്ടാളത്തിൻ്റെ, ജമീന്ദാർമാരുടെ, ഗുണ്ടകളുടെ ഒക്കെ അടിമകളായി മാറിക്കഴിഞ്ഞ ഇവർക്ക് അവരുടേതായ സ്വത്വമില്ല, അവരുടേതായിട്ടുള്ള ജീവിതമില്ല. അത് മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ചെയ്തത്. അതുകൊണ്ട് അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ഇതാണ്, മെൻ്റൽ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതാണ്. മാനസികമായിട്ടുള്ള പരിവർത്തനമാണ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആവശ്യമുള്ളത്. ഇതുവരെ അത് പൂർത്തീകരിച്ചിട്ടില്ല. അതില് ആദ്യം ഇന്ത്യ എന്ന് പറയുന്ന ഒരു അഭിമാനബോധം ആളുകളുടെ ഉള്ളിൽ ഉണ്ടാകണം എന്നുള്ളതല്ലേ മാഷി പറയുന്നത്? അതുണ്ടാക്കിയെടുത്താണ് അന്ന് ഗാന്ധിയാണെന്ന് ഉണ്ടാക്കുന്നത്. ഗാന്ധി ഈ ഇന്ത്യ മുഴുവൻ നടന്നാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് എന്ന് ഇന്ത്യക്കാരെ പഠിപ്പിച്ചത്. അതിനനുസരിച്ചിട്ട് ഇന്ത്യയിൽ ഓരോ സംസ്ഥാനത്തും നിലനിൽക്കുന്നതായിട്ടുള്ള മനുഷ്യൻ്റെ ജീവിത രീതി, സംസ്കാരം, അതിൻ്റെ ഭാഷ, വസ്ത്രധാരണ രീതി, ഭക്ഷണ രീതി, ഇതൊക്കെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ്. അല്ല, പക്ഷേ ഇവിടെ നമ്മളൊരു വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു, ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു, പക്ഷേ മറ്റു പല രീതിയിലുള്ള സ്വാതന്ത്ര്യം ലഭിച്ചില്ല. ഈ പാശ്ചാത്യമായതിനെ എന്തിനേയും സ്വീകരിക്കാം എന്ന് പറയുന്ന ഒരു അവസ്ഥയും, ഇപ്പോൾ കൊക്കക്കോള നമുക്ക് കുടിക്കാം, അമേരിക്കൻ സിഗരറ്റ് വലിക്കാം, പക്ഷെ നമ്മളെ നാട്ടിലെ പല സാധനങ്ങളെയും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഈ ഒരു പ്രവണത യഥാർത്ഥത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അതിന് ഭരിച്ച സർക്കാരുകളാണ് ഉത്തരവാദി. കൃത്യമായിട്ട് മാഷി പറഞ്ഞ പോലുള്ള ആ ഇന്ത്യൻ സ്വത്വത്തെ പ്രചരിപ്പിക്കാനായിട്ട്, ലോകമെമ്പാടും എത്തിക്കാനായിട്ട് പരാജയപ്പെടുന്നു കൃത്യമായിട്ട്. അല്ലെങ്കിൽ ഈ സർക്കാരുകൾക്ക് തന്നെ യഥാർത്ഥത്തിൽ ഇന്ത്യ എന്താണെന്ന് മനസ്സിലാവുന്നില്ല, അതിനെങ്ങനെ രൂപപ്പെടുത്തണമെന്ന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടല്ലേ ഇത് സംഭവിക്കുന്നത്? അതങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ പ്രൊഡക്റ്റ് ക്വാളിറ്റിയുടെ കാര്യം നമ്മൾ പരിശോധിക്കും. ഒറ്റ കാര്യം, പക്ഷേ എത്രയോ വിദ്യാർത്ഥികൾ, എനിക്കറിയുന്ന എത്രയോ ആളുകളുണ്ട്, ഞാൻ പോവുകയാണ്, എനിക്കിനി ഇന്ത്യയിൽ നിൽക്കണ്ട, ഞാൻ അങ്ങോട്ട് പുറത്തേക്ക് ഞാൻ സെറ്റിലാവിയാൻ പോവാണ്, നശിച്ചിരിക്കുകയാണ് ഇന്ത്യ, താല്പര്യമില്ല, ഇങ്ങനെ പറയുന്ന യുവാക്കൾ ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിൽ. എങ്ങനെ രൂപപ്പെടുന്നു അവർ? അതൊക്കെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ നിലവിലുള്ള ഭരണകർത്താക്കൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കും വലിയ പങ്കാണുള്ളത്. അവർ ഈ രാഷ്ട്രത്തെ നശിപ്പിച്ച്, നേരത്തെ ടോയൻബി പറഞ്ഞ പോലെ എന്താണ്, ഹ്യൂമൻ റേസിനെ തന്നെ ഡിസ്ട്രക്റ്റ് ചെയ്യുന്നൊരു പ്രക്രിയയായിട്ട് ഇത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾ, ഇന്ത്യൻ വംശജർ എന്ന് പറയുന്ന ഒരു മോശക്കാരാണ്, ഇന്ത്യയിലെ ജീവിതം വളരെ മോശമാണ് എന്ന് കരുതുന്നതായ യുവാക്കളുടെ ഒരു കാലഘട്ടമായി മാറണമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് വേണം, നമ്മളുടെ ഭരണകൂടങ്ങൾ ഭംഗിയായിട്ട് പ്രവർത്തിക്കണം. ഇവിടെ എവിടെയെങ്കിലും നിയമം നടക്കുന്നുണ്ട്? യൂറോപ്പിൽ പോയിട്ട് വരുന്ന, അമേരിക്കയിൽ പോയിട്ട് വരുന്ന, അല്ലെങ്കിൽ ബ്രിട്ടനിൽ പോയിട്ട് വരുന്ന ഒരു വിദ്യാർത്ഥി നമ്മളോട് ചോദിക്കുന്ന കാര്യമാണ്, ഇവിടെ ഒരു നിയമവുമില്ല. വില്ലേജ് ഓഫീസിൽ ചെന്നതിൻ്റെ ഇടയിൽ ഒരു കാര്യം നടത്തിയെടുക്കാനായിട്ട് 5 ദിവസമെങ്കിലും നടക്കേണ്ടി വരും. പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ? റവന്യൂ ഓഫീസിൽ പോയാലാണ് സ്ഥിതി, RT ഓഫീസിൽ പോയാലാണ് സ്ഥിതി, ആശുപത്രിയിൽ പോയാലാണ് സ്ഥിതി. എല്ലാ സ്ഥലത്തും മനുഷ്യൻ നരയിക്കുന്നത് എങ്ങനെ എന്ന് പഠിക്കുന്ന പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് നമ്മളുടെ ഭരണകൂടവും അതിൻ്റെ സംവിധാനങ്ങളും. അതുകൊണ്ടാണ് ഭരണകൂടത്തിന് പുറത്ത് നിൽക്കുന്നതായിട്ടുള്ള മനുഷ്യർക്ക് ഇതിനോട് വെറുപ്പ് വന്നു. അത് മാറണം. മാറണമെങ്കിൽ ഇവർ നിയമങ്ങൾക്ക് വിധേയമായി ജീവിക്കാനായിട്ട് തയ്യാറാണ്. ഭരണകൂടത്തിലിരിക്കുന്ന, അധികാരത്തിലിരിക്കുന്ന അവർക്ക് ഒന്നും നിയമം ബാധകമല്ല എന്ന നിലയ്ക്ക് അവർ പ്രവർത്തിക്കുകയും പെരുമാറുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജനങ്ങൾക്ക് ഈ രാജ്യത്തെ ഭരണകൂടത്തോട്, ഈ രാജ്യത്തോട് സ്നേഹം ഉണ്ടാവില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് മാറ്റിയേ പറ്റൂ. അത് മാറ്റുന്നതിന് ഈ 80ാം സ്വാതന്ത്ര്യദിനം തുടക്കമാകുകയാണെങ്കിൽ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കോംപ്രമൈസുകൾ പാടില്ല എന്നും കൂടി നമ്മളിതിൽ പറയുന്നുണ്ടല്ലോ, അനാവശ്യ കോംപ്രമൈസുകൾ.